നമസ്കാരം പ്രിയരെ. കേരളത്തിൻ്റെ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ട്. ഓണം ബമ്പറിലോട്ട് കോടിക്കണക്കിന് രൂപ സമ്മാനമായി ലഭിക്കുന്ന ഈ ഭാഗ്യക്കുറി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഭാഗ്യമെന്നത് വെറുതെ വരുന്നതാണ്. അതിന് ചില ചിട്ടകളും വിശ്വാസങ്ങളും പാലിക്കേണ്ടതുണ്ടോ? ഈ വീഡിയോയിൽ ലോട്ടറി വിജയത്തിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ജ്യോതിഷപരമായ കാര്യങ്ങളെക്കുറിച്ചും മാനസികമായ തയ്യാറെടുപ്പുകളെക്കുറിച്ചും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. മനസ്സിൻ്റെ ശക്തി, പോസിറ്റീവ് ചിന്തകൾ. നമ്മുടെ മനസ്സിൻ്റെ ശക്തി അപാരമാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്കിത് നേടാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഭാഗ്യം വരുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ഊർജം പ്രസരിപ്പിക്കും. ഈ പ്രപഞ്ചത്തിലെ നിയമമനുസരിച്ച് നിങ്ങൾ പ്രസരിപ്പിക്കുന്ന അതേ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ നിഷേധാത്മകമായ ചിന്തകളെ മാറ്റി നിർത്തി ഒരു പുഞ്ചിരിയോടെ ശാന്തമായ മനസ്സോടെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകുക. കാരണം നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ടിക്കറ്റ് വാങ്ങാൻ ഉചിതമായ ദിശയും സമയവും. അല്ല, ടിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്? ഹിന്ദു ജ്യോതിഷം അനുസരിച്ച് ഈശാനകോണും വടക്ക് ദിശയും വളരെ ശുഭകരമാണ്. ഈ ദിശകൾ ഐശ്വര്യത്തിൻ്റെയും ധനലാഭത്തിൻ്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ടിക്കറ്റ് വിൽക്കുന്ന കടകൾ ഈ ദിശകളിൽ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകുന്നത് കൂടുതൽ നല്ലതാണ്. അതുപോലെ ടിക്കറ്റ് വാങ്ങുന്ന സമയവും പ്രധാനമാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ടിക്കറ്റ് വാങ്ങുന്നത് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഈ സമയം പ്രപഞ്ചത്തിലെ ഊർജം ഏറ്റവും ശുദ്ധമായിരിക്കും. ഇനി അതല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യാസമയം ടിക്കറ്റ് വാങ്ങുന്നത് നല്ലതാണ്. ഈ സമയം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കൂടുതലായിരിക്കുമെന്ന് പറയപ്പെടുന്നു. നിങ്ങളുടെ നക്ഷത്ര ദിവസം ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നത് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് പലരും വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്ര ദിവസത്തിൽ ടിക്കറ്റ് വാങ്ങുന്നത് നല്ല ഫലം നൽകിയേക്കാം. നിങ്ങളുടെ രാശിചിഹ്നം അനുസരിച്ചുള്ള ഭാഗ്യ നമ്പറുകളും ഈ നമ്പറുകൾ അവസാനിക്കുന്ന ടിക്കറ്റുകളും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ടിക്കറ്റ് പൂജമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക. പുതിയ ടിക്കറ്റ് വാങ്ങിയ ഉടൻ തന്നെ അത് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ടിക്കറ്റ് വെറുതെ അലമാരയിൽ വെക്കാതെ ഒരു ചെറിയ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകും. എങ്ങനെ പ്രാർത്ഥിക്കാം? ഒരു ചെറിയ പ്ലേറ്റിൽ ടിക്കറ്റ് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, കുങ്കുമം, ഏതാനും തുളസി ഇലകൾ, ഒരു ചെമ്പരത്തിപ്പൂവ്, ഒരു നാണയം എന്നിവ അതിനടുത്തായി വയ്ക്കുക. അതിനുശേഷം കണ്ണടച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ചൊല്ലേണ്ട മന്ത്രം ധനത്തെയും ഐശ്വര്യത്തെയും ആകർഷിക്കാൻ സഹായിക്കുന്ന മഹാലക്ഷ്മി മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ. ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമഃ. ഈ മന്ത്രം 10-20 തവണ മനസ്സിൽ ഭക്തിയോടെ ചൊല്ലുക. ഇത് ടിക്കറ്റിന് ഒരു പോസിറ്റീവ് വൈബ് നൽകാൻ സഹായിക്കും. ടിക്കറ്റ് സൂക്ഷിക്കേണ്ട രീതി. ലോട്ടറി ടിക്കറ്റ് ലഭിച്ച ശേഷം അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ടിക്കറ്റ് മടക്കുകയോ ചുരുട്ടിക്കൂട്ടി വയ്ക്കുകയോ ചെയ്യരുത്. ഇത് ഭാഗ്യത്തെ തടസ്സപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നനഞ്ഞ സ്ഥലങ്ങളിൽ വയ്ക്കാതെ വൃത്തിയുള്ളതും വരണ്ടതുമായ ഒരു കവറിലോ ഫയലിലോ സൂക്ഷിക്കുക. ഏറ്റവും പ്രധാനമായി ടിക്കറ്റ് എപ്പോഴും നിങ്ങളുടെ ധനപ്പെട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വയ്ക്കുക. ഇത് ധനത്തെ ആകർഷിക്കുന്നതിനായി നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കും. മറ്റ് ചില വിശ്വാസങ്ങൾ. ഗണപതിക്ക് നാരങ്ങാ വിളക്ക്. വിഘ്നങ്ങൾ അകറ്റാൻ ഗണപതിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് വാങ്ങിയ ദിവസം വീട്ടിലെ ഗണപതി വിഗ്രഹത്തിന് മുന്നിൽ ഒരു നാരങ്ങാ വിളക്ക് അർപ്പിക്കുന്നത് വിജയത്തിന് വഴിയൊരുക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ശുദ്ധമായ ഭക്ഷണം. ലോട്ടറി ടിക്കറ്റ് വാങ്ങിയ ദിവസം രാത്രി വളരെ എളുപ്പം ദഹിക്കുന്നതും ലളിതവുമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പഞ്ചഗവ്യം കഴിക്കുന്നതും നല്ലതാണ്. കൂടാതെ അമിതമായ എരിവുള്ളതും എണ്ണയിൽ വറുത്തതുമായ ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ്. പോസിറ്റീവ് മനോഭാവം.
ഇത് ജ്യോതിഷത്തേക്കാൾ ഉപരി മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ്. എപ്പോഴും ലോട്ടറി അടിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. ഒരുപക്ഷെ ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ ഈ പോസിറ്റീവ് ചിന്തകൾ സഹായിച്ചേക്കാം. എന്തായാലും ലോട്ടറി എന്നത് ഭാഗ്യത്തിൻ്റെ ഒരു കളിയാണ്. ഈ ചിട്ടകളും വിശ്വാസങ്ങളും നമ്മുടെ മനസ്സിന് ഒരു ഊർജം നൽകുന്നു എന്നത് മാത്രമാണ് സത്യം. ജീവിതത്തിൽ ഭാഗ്യം നമ്മളെ തേടിയെത്താൻ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രചോദനമാകുമെന്ന് വിശ്വസിക്കാം. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഒപ്പം വലിയൊരു ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കരുത്. നന്ദി.